Morning, sir. Yes, Achu, good morning. Good morning, sir. Good morning, sir. Tara, Josmi, Sheena, good morning. Good morning, sir. Good morning, Okay, sir. Josmi. Okay, Achu, Sheena. ഇത് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ആ ടീച്ചർ നിർത്തിയിട്ട് വേണം ഇത് ഇതിൽ കയറാൻ. അതാണ് ഒരു 2-3 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് വൈകി. Sir, prayer. Okay, Sheena, good morning. May the working of your mercy, O Lord, we pray, direct our hearts aright. For without your grace, we cannot find favor in your sight. Through our Lord Jesus Christ, your Son, who lives and reigns with you in the unity of the Holy Spirit, God, for ever and ever. Amen. Very good, very good, very good. പള്ളിയിലെ പ്രാർത്ഥന കുറച്ച് കടർത്തുണ്ടെന്ന് തോന്നുന്നു. Yes. Okay, very good, very good. Then, signing on. Hello. Yes, Second cow. Okay. Good morning, all. First of all, I would like to invite our jobs class. We are expecting something new from your end, and also I am inviting all teammates to today's session. Let's learn together. Thank you. Okay. എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് സൈന. Okay. Very good. Sir, thought of the day. Yes, Achu. കടന്നു വരൂ. Every new day is another chance to change your life. Yes. ഓരോ ദിവസവും മാറ്റത്തിലുള്ള ദിവസമാണ് അല്ലേ അച്ചു? മാറാനായിട്ട് നമുക്ക് സന്മനസ്സുണ്ടെങ്കിൽ മാറ്റത്തിലുള്ള ദിവസമാണ് ഓരോ ദിവസവും നാം പാടുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാറിന് സുഖമാണോ? യെസ്, സുഖമായിട്ടിരിക്കുന്നു. സുഖമാണോ? സുഖം. യെസ്. 2 ദിവസം എനിക്ക് ക്ലാസ് വരാൻ പറ്റിയില്ല. എന്റെ ഫോൺ ശരിയാക്കാൻ കൊടുത്തേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു സാറിനോട് എന്റെ ഫോണിന് വര വീണെന്ന്. അതിന്റെ ഡിസ്പ്ലേ എല്ലാം മാറ്റി വന്നപ്പോ ഇന്നലെ വൈകുന്നേരം കിട്ടിയത്. വെരി ഗുഡ്. ഓക്കെ. ഇപ്പൊ ഞാൻ അച്ഛനോട് കാര്യം ചോദിക്കട്ടെ. ഞാൻ അച്ഛനോട് വെറുതെ ചോദിക്കുന്നത്, അച്ചു ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ അച്ചു ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഇഫ് ഐ വർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, അച്ചു ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിചാരിക്കുക. ഞാൻ ഐ വേർ പറയാം, കാരണം ആവാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ട് ഐ വാസ് പറഞ്ഞത് ഐ വേർ. ഇഫ് ഐ വർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? ഞാൻ ഇപ്പം പെൻഷൻ പൈസ കൂട്ടിക്കൊടുക്കും. പെൻഷൻ പൈസ കൂട്ടിക്കൊടുക്കും അല്ലേ? അതാണ് ഏറ്റവും ആദ്യം എടുക്കുന്ന തീരുമാനം. അല്ല, ഇപ്പം എല്ലാരും ബുദ്ധിമുട്ടാണല്ലോ പെൻഷൻ പൈസക്ക്. അപ്പൊ ആ പെൻഷൻ പൈസ കൂട്ടിക്കൊടുക്കും. പെൻഷൻ കൂട്ടിക്കൊടുക്കും. യെസ്. രണ്ടാമത് തീരുമാനം എന്തായിരിക്കും? 2 തീരുമാനം മതി. രണ്ടാമത് ഇപ്പൊ സ്കൂൾ തുറന്നു, മഴയായല്ലോ. സ്കൂൾ തുറന്നു, മഴയായല്ലോ. അപ്പൊ മഴ ഇനി സിവിയർ ആകുവാണെങ്കിൽ അവർക്ക് അവധി കൊടുക്കും. പിള്ളേർക്ക് അവധി കൊടുക്കും. സിവിയർ ആണെങ്കിൽ അവധി കൊടുക്കും. ഓറഞ്ച് അലർട്ടൊക്കെ ആണെങ്കിൽ റെഡ് അലർട്ടൊക്കെ ആണെങ്കിൽ അവധി കൊടുക്കും. യെസ്. ഓക്കെ അച്ചു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അച്ചു തീരുമാനം. ജോസ്മിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ ആദ്യം എടുക്കുന്ന 2 തീരുമാനങ്ങൾ എന്താണ്? ഫസ്റ്റ്, കള്ളത്തരം കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടും. കള്ളത്തരം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടും. പിന്നെ ഇപ്പൊ റോഡ് ശരിയാക്കുന്ന കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ ചെയ്യാനായിട്ട് പറ്റുന്നതാണെങ്കിൽ, അതായത് ഒരു ജോലി നമ്മൾ അത് ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം അത് ചെയ്യും. യെസ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ഓക്കെ ജോസ്മിൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ശനി പറയൂ. ശനിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. 5 were the chief minister of Kerala.
ഫസ്റ്റ് ജോലിക്ക് വേണ്ടി ഇപ്പോ എംപ്ലോയ്മെന്റിലായാലും ഒരുപാട് പേരിങ്ങനെ പഠിച്ചിട്ടും കുറെ തസ്തികകളിലേക്കൊക്കെ ഇങ്ങനെ മാറിയിട്ട് അവർക്ക് കിട്ടാണ്ടൊക്കെ ഇങ്ങനെ കുറെ അലഞ്ഞു നടക്കണ്ടല്ലോ. അപ്പൊ അവർക്ക് കിട്ടാണ്ട ജോലിയാണെങ്കിൽ അവർക്കത് കൊടുക്കാനായിട്ട് കൊടുക്കും. അത് ഒന്നാമത്തെ തീരുമാനം. രണ്ട്, പിന്നെ വെച്ചെങ്കിൽ ഇപ്പൊ ഒരുപാട് രോഗികള് മരുന്ന് മേടിക്കാനും ഒരുപാട് മെയിൻ ഇപ്പൊ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അത് അവരെ സഹായിക്കാൻ പറ്റാവുന്ന അസുഖങ്ങൾ അല്ല മരുന്നുകൾ കൊടുക്കാൻ പറ്റാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ആക്കി കൊടുക്കും. ഓക്കെ ഓക്കെ, മാനുഷികമായ പരിഗണനയാണ് ഷെനിക്കുള്ളത്. ഓക്കെ ഓക്കെ ഷെനി. താരഗിരി, നമ്മുടെ ശിക്ഷാ നടപടികളിൽ തലയിടാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൊലപാതക ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്ന ഇപ്പൊ ഒരു പതിവായിട്ടിരിക്കുകയില്ലേ പീഡനോ അങ്ങനെയുള്ളത് ജയിലിൽ കൊണ്ടിട്ട് വർഷങ്ങളോളം അവിടെ ഇട്ടാതെ പെട്ടെന്ന് തന്നെ ശിക്ഷാ നടപടി, അതായത് വധശിക്ഷ കൊടുക്കുന്ന രീതിയിലോട്ട് ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കും. വെരി ഗുഡ്. അതപ്പം വിപ്ലവകാരിയാണ് അല്ലേ താരഗിരി? വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ ഓരോ ജില്ലയിലെയും ഈ തീരെ നിവർത്തിയില്ലാത്ത വീടില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഓരോ ജില്ലയിലേക്കും ഓരോരുത്തരെ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരെ നിയമിച്ച് അവർക്ക് വീട് വെച്ച് നൽകാനുള്ള തീരുമാനമെടുക്കും. പാർപ്പിടത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ കാര്യങ്ങൾ നോക്കും അല്ലേ? പിന്നെ അപ്പൊ ആ രണ്ട് പോയിന്റ്സുകളായി. ഓക്കെ തരാം. ടോമി, ഷീന വരുമെന്ന് വിചാരിക്കാം. പറഞ്ഞോളൂ ഷീന. ഞാനും ജോലിയുടെ കാര്യമാണ് സാറേ. ഞാൻ പഠിച്ചു നിൽക്കുന്നവർക്ക് അർഹരായവർക്ക് ജോലി കൊടുക്കും. പിന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മുൻഗണന കൊടുക്കും. വെരി ഗുഡ്. എന്തായാലും പറയാതിരുന്നത് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ പെൻഷന്റെ കാര്യമുള്ളൂ. പെൻഷന് കൂട്ടി കൊടുക്കാൻ നോക്കും. അത് രണ്ടും അത്രേ ഉള്ളൂ. വെരി ഗുഡ്. അപ്പൊ ഏതാണ്ട് ശരിയുടെ ഒപ്പമാണ് ഷീന പോകുന്നത്. രണ്ടുപേരും അക്ഷരം കൊണ്ടും യോജിപ്പാണ്. SH രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ അതായിരിക്കും അങ്ങനെ വന്നത്. വെരി ഗുഡ്. കെന്നഡി, എന്ത് ചെയ്യും? ഞാനും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് നല്ലൊരു ജോലി, അതായത് നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി കിട്ടത്തക്ക രീതിയിൽ ചെയ്യും. കാരണം ഇപ്പൊ എല്ലാരും പുറത്തേക്ക് പോകാനാണല്ലോ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ കുട്ടികൾ ആരും ഇല്ല. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നല്ല ശമ്പളത്തിൽ ജോലി അവർക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ചു പേരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. രണ്ടാമത്തത് നല്ല ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ, അതായത് പലയിടത്തും ഹോസ്പിറ്റലുകളിൽ നല്ല സൗകര്യങ്ങളൊന്നും ഉള്ള ഹോസ്പിറ്റലുകൾ ഇല്ല. അപ്പൊ അത് എല്ലായിടത്തും എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ആശുപത്രികൾ ഉണ്ടാകും. വളരെ നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ അവിടെ ഇല്ല. നയന പറയൂ. വാട്ട് യു വിൽ ഡു ഇഫ് യു ആർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള? ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ. കേൾക്കാമോ സാർ? പറയൂ. ഓക്കെ സാർ, ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് വേണ്ടത് തന്നെയാണ്. അതിനു മുൻപ് ഇതിന്റെ എല്ലാം ആയിട്ട് നോക്കി നമ്മുടെ എക്കണോമിക് കറക്റ്റ് ആയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് കേരളത്തിന്റെ എക്കണോമിക് ലെവല് എന്താണെന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഇപ്പൊ പറഞ്ഞ നമ്മുടെ ബേസിക് ആവശ്യം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഫുഡ്, ക്ലോത്ത്സ്, അതുപോലെ താമസിക്കാൻ വീട്, സൗകര്യങ്ങളാണ്. സോ അത് ബേസ് ചെയ്ത് നെക്സ്റ്റ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. പിന്നെ നമുക്കിപ്പോ മെയിൻ ഫേസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ തന്നെ മഴ പെയ്തപ്പോ എല്ലായിടവും മാലിന്യങ്ങളൊക്കെ വലിഞ്ഞു കൂടി ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഒരു കാര്യം. സോ ആ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതിനു മുമ്പ് എല്ലാവരും പറഞ്ഞ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരുന്നത് തന്നെയാണ്. സോ അത് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ അത് അഡീഷണൽ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയത് മാലിന്യ പ്രശ്നം കൂടി ഉൾപ്പെടുത്തി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി രേവതി ജയൻ.
ടോപ്പിക് എന്തായിരുന്നു? ഏഹ് ടോപ്പിക് എന്താ? ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തോളൂ, കാര്യം മനസ്സിലായില്ല. കാര്യം മനസ്സിലായി. രേവതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യം ചെയ്ത 2 കാര്യങ്ങൾ. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ബേസിക് നീഡ്സ് ആയിരിക്കും, അതായത് ഫുഡ്, വാട്ടർ, ജോലി, പാർപ്പിടം. ഈ ഒരു 4 കാര്യത്തിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് ഇനി വരുന്ന ഒരു പ്രളയത്തെ തടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് നോക്കുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിക്കാതിരിക്കാനാണ് രേവതി ബേസിക് പ്രിപ്പറേഷൻ എടുക്കുള്ളൂ. യെസ്, ഓക്കെ രേവതി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐശ്വര്യ. ഐശ്വര്യ, ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. Sir, I would provide free sanitary pads and disposable machines in all houses where woman is there. Yes. പിന്നെ ഇപ്പോ കുട്ടികളുള്ള കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ നോക്കേണ്ടത് കൊണ്ട് അപ്പൊ അവർക്ക് ഒരു ചെറിയൊരു തുക അവരുടെ ഒരു വരുമാനമായിട്ട് കൊടുക്കും. പിന്നെ ഈ ഫ്രീ മെഡിക്കൽ സർവീസ്, ഈ വയസ്സായവർക്കൊക്കെ ഇപ്പോ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് വീട്ടിൽ വന്ന് അവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. അപ്പൊ അതിനായിട്ടുള്ള ഇപ്പൊ അഡ്വാൻസ് ഉള്ള അപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അവരെ നമ്മുടെ പഞ്ചായത്തുകളൊക്കെ അറിയിച്ചിട്ട് അങ്ങനത്തെ രീതിയിൽ വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കുന്ന രീതിയിൽ ഡോക്ടർ എല്ലാ സർവീസും ഏർപ്പാട് ചെയ്യും. പിന്നെ എല്ലാവരും പറഞ്ഞ അൺഎംപ്ലോയ്മെന്റിന്റെ ഇത് നോക്കി ഓരോരുത്തർക്ക് ഏതൊക്കെ ഫീൽഡിലേക്ക് അതെല്ലാം അന്വേഷിച്ചിട്ട് ഉള്ള ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ ഒരു ഇപ്പോ വീടൊക്കെ വെക്കാൻ പറ്റാത്ത സ്ഥലവും വീടൊന്നും വാങ്ങാൻ ഒരു ഇതില്ലാത്ത ഒരു പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു നിശ്ചിത തുക ലോണൊന്നും ഇല്ലാതെ കൊടുക്കാൻ നോക്കും. എന്നിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുക, അങ്ങനത്തെ സ്കീം ഒക്കെ നോക്കും. അപ്പോ വെറൈറ്റി ഓഫ് ഐഡിയാസ് ആണ് ഐശ്വര്യയുടെ മനസ്സിലുള്ളത്. ഓക്കെ ഐശ്വര്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനാണ് ഇതിനകത്ത് ബാലൻസ് കിട്ടുന്നതാണ്. ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടില്ല. യെസ്, ഈ പറയാനുള്ളവരാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, പ്രിയ. പ്രിയ ഫ്രം കൊടുങ്ങല്ലൂർ അല്ലേ? ഒന്നാമത്തെ കാര്യം ഇപ്പൊ എല്ലാ റോസ് ഗാർഡിനല്ലേ എല്ലാം ആനുകൂല്യമുള്ളൂ, അതെല്ലാ കാർഡിനാക്കും. പിന്നെന്താ, ഇപ്പൊ ജയിലില് ഫുഡ് കൊടുക്കണുണ്ടല്ലോ, ആ പരിപാടി അങ്ങോട്ട് നിർത്തും, പഴയ പോലെ ഉണ്ടംപൊരിയാക്കും. ജയിലിലാണോ പ്രിയ? അതെ അതെ, ജയിലുകളിലെ ഫുഡ് ഉണ്ടല്ലോ. അതെ അതെ, ജയിലിലെ ഫുഡ് ഇപ്പഴത്തേക്ക് നിർത്തലാക്കിയിട്ട് ഉണ്ടംപൊരി, പഴയ പോലെ ഉണ്ടംപൊരിയാക്കും, അല്ലെങ്കിൽ ചപ്പാത്തി പരിപ്പും. പിന്നെന്താ, ഈ ശിക്ഷ ഇത് കൊറേ ഈ പറഞ്ഞ പോലെ ചെറിയ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇപ്പൊ കേൾക്കാത്ത നമ്മുടെ പിള്ളേരെ പോലും ഭയങ്കര പേടിയാണ്. അതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. വധശിക്ഷ നടപ്പിലാക്കും ഞാൻ. അതെ, ഇതാണ് ടച്ച് ചെയ്തത് ഈ 3 ഓക്കെ പ്രിയ. പ്രിയയുടെ ഉള്ളില് ദേഷ്യവും സാമൂഹിക വ്യവസ്ഥയോടുള്ള വിയോജിപ്പൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ 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 ആരും പറയാത്തൊരു പോയിന്റ് പറഞ്ഞില്ലേ, ജയിലില് ചപ്പാത്തിയും ചിക്കനും കൊടുക്കുന്നത് നിർത്തും, ഗോതമ്പ് തന്നെ ആക്കും. ഓക്കെ, ഞാനാണ് പറയാനുള്ള. സാറേ ഞാൻ പറയാം, സ്വപ്നയാണ്, ഇന്ന് കേറിയിട്ടുണ്ടേ. സാറേ ഇടയ്ക്ക് 2 മാസം വർക്കിന് പോയായിരുന്നേ. അത് കാരണം കേറാൻ പറ്റാഞ്ഞത്.
Oh, yes, 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 ആ yes. ഓക്കെ സാർ. എന്നാ ഞാൻ പറയട്ടെ സാറേ. പറഞ്ഞോ. ഓക്കെ, ഞാനിപ്പോ മുഖ്യമന്ത്രി ആയാലും ചീഫ് മിനിസ്റ്റർ എന്നല്ല സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ. അതെ അത് ഓക്കെ ആദ്യത്തെ ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് ഇപ്പം കുട്ടികള് പറയാൻ നമ്മളിപ്പോ ഓരോ സംഭവങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ഈ വധശിക്ഷ, ഉടനടി വധശിക്ഷ കൊടുക്കും, താമസം വെക്കത്തില്ല, അതിന് താമസം ഉണ്ടാക്കത്തില്ല. ഇങ്ങനെ നമ്മൾ ഇന്ന ആളാണ് കുറ്റം ചെയ്യുന്നത് കണ്ടുപിടിച്ച ഉടനടി വധശിക്ഷ നടപ്പാക്കും. കാരണം അത് മറ്റുള്ളവർക്ക് ഇനി അവരത് ചെയ്യരുതെന്നുള്ള ഒരു താക്കീത്, അത് ഉടനെ നടപ്പാക്കും. പിന്നെ രണ്ടാമത് പിന്നെ എന്തോ ഓക്കെ, പിന്നെ രണ്ടാമത് നമുക്ക് സ്കൂളുകളില് രണ്ടാമത്തെ കാര്യം ജോലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് ആശുപത്രി ചെന്ന് കഴിഞ്ഞാലും വലിയ നീണ്ട ക്യൂ. അതായത് ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ ഫാർമസിയിലാണ്, മരുന്ന് എടുത്തു കൊടുക്കാനും ആരുമില്ല. ഓരോരുത്തർ അവിടെ വളരെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യം കാണും. നമ്മൾ തന്നെ അങ്ങ് ടയേർഡായിട്ടിരിക്കും, വളരെ വിഷമിച്ചായിരിക്കും അമ്മമാരും അച്ഛന്മാരും ഒക്കെ പ്രായം ചെന്നവർ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഗുളിക എടുത്തു കൊടുക്കാൻ പോലും ആൾക്കാരില്ല. അപ്പൊ അവിടെ കറക്റ്റായിട്ട് ജോലിക്കാരെ നിയോഗിക്കും. കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കുന്നത് ആശുപത്രികളിൽ കറക്റ്റായിട്ട് ജോലിക്കാരെ നിയോഗിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തില് ഇപ്പം മൂന്നാമത്തെ കാര്യം സ്കൂളുകളിൽ കൗൺസിലിംഗ് ഏർപ്പാടാക്കും. ഫ്രം ചെറിയ ക്ലാസ് തൊട്ടേ കുഞ്ഞുങ്ങൾ പറയാൻ പറ്റുന്ന സമയം തൊട്ടേ കൗൺസിലിംഗ് ഏർപ്പാടാക്കും. അത് 12th +2 കഴിഞ്ഞ പ്ലസ് ടുവിന് മുൻപേ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുന്നതും വരെ. കാരണം കുഞ്ഞുങ്ങളുടെ ഓരോ കാലഘട്ടവും ഓരോ ജീവിതത്തെയും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ അവർക്ക് അവരുടെ വീട്ടിലെ സാഹചര്യം, ഇപ്പം ഈ കുഞ്ഞിന്റെ ഒരു മരണം നടന്നല്ലോ, ഒരു കുഞ്ഞിനെ കൊന്നത്. അപ്പം കുഞ്ഞിനെ പറയാനും അറിയത്തില്ല. അപ്പൊ പിന്നെ അത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് വഴി, അതായത് ആശാവർക്കറും വഴി ഈ ഓരോ വീടുകളിലും എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നും ഈ കൂടുതലും രണ്ടാനമ്മമാരും രണ്ടാനപ്പന്മാരും അങ്ങനെയുള്ളവരെ കൂടുതലായിട്ട് പഞ്ചായത്ത് മുഖേന അങ്ങനെ ഒരാൾക്കാരെ നിയോഗിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അയൽപക്കക്കാരെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് അങ്ങനെയുള്ള വീടുകളിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അവിടെ വളരുന്നതെന്നും അത് പഞ്ചായത്തിന് നമ്മൾ മുഖേന പഞ്ചായത്തിനെ അറിയിക്കണം. അത് വലിയ വലിയ ആൾക്കാരെ അറിയിച്ച് അതിനുള്ള ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, മക്കളെ നോക്കാത്തവര്, അവരെ കൂടുതലായിട്ട് അവർക്ക് പണം സ്വത്ത് മതിയായിരിക്കുമല്ലോ, അമ്മമാരെ നോക്കാത്ത അച്ഛന്മാരെ നോക്കാത്ത അവരെ കൂടുതലായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ കാർഡ് എന്തുവാ നമ്മുടെ ഈ വെള്ളക്കാർഡ് പണം ഉള്ളവരുടെ കാര്യം ഓക്കെ, അവർക്ക് എന്ത് പൈസ കൊടുത്തും പിള്ളേരെ പഠിപ്പിക്കാം. പക്ഷെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ നിൽക്കുന്ന പിള്ളേര്, അതായത് ഫുൾ A+ കിട്ടിയ പിള്ളേർക്കാണെങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ ഒരു അഡ്മിഷനും കിട്ടത്തുമില്ല. പിന്നെ അവർക്കും തുല്യ അവകാശം കൊടുക്കും. അവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യും. അത്രേ ഉള്ളൂ സാർ. പിന്നെ ഒരു കാര്യം, മരം നമുക്കിപ്പം കാറ്റും മഴയൊക്കെ ആണല്ലോ. അപ്പം നമ്മുടെ സ്കൂളുകളിൽ മരം ഒരു വരവെന്നും പറഞ്ഞുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതി ഉണ്ട് നേരത്തെ തൊട്ട്. അപ്പം മരം നമ്മൾ ഇത്ര സെന്റ് സ്ഥലം ഉള്ളവർക്ക് മരം കൊടുക്കാനുള്ളൂ. അല്ലെ ചെറിയതായി എന്റെ അയൽക്കാരിക്ക് എല്ലാരും കൊണ്ട് അതിരല്ല, ഞാൻ ബസ്സിൽ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ മനുഷ്യരും കൊണ്ട് അവരുടെ അതിരെ കൊണ്ട് മറ്റവർക്ക് ശല്യമാകുന്ന രീതിയിൽ അവരുടെ വീട്ടിലോട്ട് വളർന്നു നിൽക്കുന്ന രീതിയിലാണ് മരങ്ങൾ വെക്കാറ്. അതുകൊണ്ട് സ്ഥലമുള്ളവർക്ക് മാത്രം മരങ്ങൾ കൊടുക്കുക വെക്കാനായിട്ട്. സ്ഥലം ഇല്ലാത്തവർക്ക് കൊടുക്കണം. അവർക്ക് ചെറിയ ചെടിയോ തയ്യോ കറിവേപ്പിലയോ ചെറിയ മരം കൊടുത്താൽ മതി. മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതി മരം ഒരു വരവെന്നും പറഞ്ഞ് അതിനെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഞാൻ നിർത്തലാക്കും. അത്രയൊക്കെ ഉള്ളൂ സാറേ. സ്വപ്നയുടെ മനസ്സിലേക്ക് പല ഇതിനോടുള്ള വിയോജിപ്പ് ഒരു പോയിന്റിനുമായി ഇഷ്ടപ്പെട്ടില്ല. സ്വപ്നം പറഞ്ഞില്ല, രണ്ടാനെന്നുള്ള കാര്യം വീടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞില്ലേ. അത് ഒരു പക്ഷേ ആരും പറയാതിന് പോയിട്ട് അത് എന്റെ മനസ്സിലാക്കി സ്ട്രൈക്ക്. യെസ്, അവിടെയാണ് ഇപ്പൊ ഇങ്ങനെ നടക്കുന്ന സംഭവം കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അത് കറക്റ്റാണ്. സ്വന്തം കുഞ്ഞല്ലല്ലോ എന്നൊരു തോന്നൽ വരുന്നില്ലേ. അത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നുന്നു. സാറിപ്പം മരമാണേലും ഈ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരും കൊണ്ട് സൈഡിലോട്ട് വെച്ചിട്ട് എന്നിട്ട് ഇവര് പഞ്ചായത്തിൽ നടക്കുക. നമ്മൾ പരാതി കൊടുക്കാൻ വേണ്ടി അവര് വെട്ടത്തില്ല, ഉടമസ്ഥരം വെട്ടത്തില്ല. എന്തിനാ ഇത് ഇങ്ങനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന? അതിന്റെ ആവശ്യമില്ലല്ലോ. വെരി ഗുഡ് സ്വപ്നയുടെ മനസ്സിനെ സാധിച്ചു. പിന്നെ പ്രത്യേകമായിട്ട് സാറേ കൗൺസിലിംഗ് അത്യാവശ്യം. കുഞ്ഞു കുട്ടികൾക്ക് അംഗൻവാടി തൊട്ടേ കൗൺസിലിംഗ് ആവശ്യം. അവരും ടീച്ചേഴ്സും നമ്മൾ മനസ്സറിയണം. ടീച്ചേഴ്സ് കുട്ടികളുടെ മനസ്സറിയണം. അവിടെ ജോലി ചെയ്യുന്നവർ കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് അവരെ ലാളിച്ച് അവരെ അങ്ങനെ വേണം വളരെ. ഓരോ ക്ലാസ്സിലും പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ പേടിയാവുന്ന പേരൻസ്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾ മുഖേന ഒത്തിരി കാര്യങ്ങൾ പേരൻസ് എങ്ങനെ ഈ കുഞ്ഞുങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളത്.
നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞിടെ മരിച്ച കുഞ്ഞിനൊന്നും പറയാൻ പോലും അത് കാണാനേ ശ്രമിച്ചില്ല, ഇങ്ങനെ കേട്ടുള്ള അറിവാണ്. ഞാനത് കാണാൻ എനിക്കത് വളരെ സങ്കടകരമായി, എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നും. എപ്പോഴും എനിക്ക് മാനസികമായിട്ട് ഞാൻ ഉറങ്ങത്തില്ല ഇങ്ങനത്തെ സംഭവം കേട്ട് കഴിഞ്ഞാൽ. അതാണ് ഞാൻ കൂടുതലായിട്ട് അതൊന്നും വായിച്ചൊന്നുമില്ല. എന്നാലും ഒരു സംസാരിക്കാൻ പോലും അറിയാൻ മേലത്തെ കുഞ്ഞിനോടൊക്കെ ഇങ്ങനെ ചെയ്ത് ക്രൂരത ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ പഞ്ചായത്ത് മുഖേന അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കണം. ഈ ആശാവർക്കർ ഓരോ വീടും ആശുപത്രി കേസുകെട്ടിന് വേണ്ടി പാലിയേറ്റീവിനും അങ്ങനെയൊക്കെ കയറി ഇറങ്ങുന്ന അവസ്ഥയിൽ ഇവർ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓരോ കുഞ്ഞുങ്ങളും ഇങ്ങനെ കൂടുതലും സ്റ്റെപ്പ് ഫാദറും സ്റ്റെപ്പ് മദറും ഒക്കെ ഉള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാ വളരുന്നെന്നുള്ളത്. അതുകൊണ്ട് എന്നതാണേലും ഒരു കൗൺസിലിംഗ് മസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗൺസിലിങ്ങും ഈ മരത്തിന്റെ കേസുകെട്ടും ആശുപത്രിയുടെ കാര്യത്തിൽ ജോലിയുടെ കാര്യവും. സ്വപ്ന പറഞ്ഞത് സ്വപ്ന ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത് നേരിട്ട് കാണേണ്ടി വന്ന വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, സ്വപ്ന, വെരി ഗുഡ് ഫോർ യുവർ ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷൻ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയും. വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? ഓക്കെ, ഷൈബ പറയൂ. എനിക്ക് ഇവരൊക്കെ പറഞ്ഞ തന്നെ പറയാനുള്ളത്. എല്ലാ വനിതകൾക്കും നടപ്പാക്കും. പിന്നെ LKG UKG ഫീസ് കൊടുത്താളെ പഠിപ്പിക്കണേക്കാ പിള്ളേരൊക്കെ അതൊക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ. CBSE ഫീസ്? മറ്റേ ഫീസ് ഇല്ലല്ലേ? മറ്റേ ഫീസ് ഉണ്ടല്ലോ ഇപ്പൊ, ചെറിയ ഫീസ് ഉണ്ട്. സെപ്പറേറ്റ് ടീച്ചർമാരെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാരും പറഞ്ഞ. വെരി ഗുഡ്. ഓക്കെ ഷൈബ, ഇനി ആരാണ് ബാലൻസ് ഉള്ളത്? രാംസി. പറഞ്ഞോളൂ രാംസി. എനിക്കും ഇവരൊക്കെ പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള പറഞ്ഞതില് ആദ്യം ഇന്ന ആള് പറഞ്ഞത് പറയാൻ പറ്റും. ഇന്ന കാര്യം ഇത് പറഞ്ഞൊക്കെ തന്നെ സംഭവിച്ചു. ഇവരിപ്പോ കുറച്ചധികം പേര് പറഞ്ഞല്ലോ. 2 പോയിന്റ്. ആ സ്വപ്ന പറഞ്ഞ സ്റ്റെപ്പ് ഫാദറിലെയും സ്റ്റെപ്പ് മദറിലെയും കാര്യം സാറ് പറഞ്ഞ പോലെ തന്നെ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. നല്ലൊരു ഐഡിയ ആണ് അത്. എനിക്ക് വളരെ സ്വപ്ന പറഞ്ഞു, എന്റെ പോലും അങ്ങനെ ചിന്ത വന്നില്ല. ഈ വാർത്തയൊക്കെ വായിച്ചെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് പറഞ്ഞൊരു സംഗതി വന്നില്ല. അതെ. പിന്നെ നമ്മുടെ പിള്ളേരെ സ്കൂളുകളില് CBSE അവിടെയൊക്കെ കൊണ്ടുവന്നാക്കുമ്പോൾ നല്ല ഫീസ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഗവൺമെന്റ് സ്കൂളില് നമ്മൾ പിള്ളേരാക്കുമ്പോൾ അതിൻ്റെതായ ഒരു എന്താണ് പറയാ, പിള്ളേർക്ക് സ്റ്റാൻഡേർഡ് അത് കിട്ടുന്നില്ല. പക്ഷെ ഈ ഗവൺമെന്റ് സ്കൂളിനേക്കാളും ശമ്പളം കുറച്ച് തന്നെയാണ് അവിടെ ടീച്ചർമാർ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാ വ്യത്യാസം വരുന്നത്? ടീച്ചർമാര് അത്ര എഫേർട്ട് എടുക്കാനാണോ? ഇപ്പോ എന്റെ കൊച്ചിനെ 4 വയസ്സായി. അവനെ ഞാൻ LKG-യിലാക്കിയത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളാണ്. പക്ഷെ അവിടെ പിള്ളേര് കുറവാ. ഇവിടെ ചുറ്റുവട്ടത്തുള്ള CBSE സ്കൂളായാലും റയാൻ ആലങ്ങാട് സ്കൂള്, സാർ അറിയുമെന്ന് വിചാരിക്കുന്നു, ജമാഅത്ത് ആലങ്ങാട് സ്കൂള്, അവിടേക്കാണ് പിള്ളേര്. ആലങ്ങാട് ജമാഅത്ത് സ്കൂള്, റയാൻ, അർണോൾഡ്, ഇവിടേക്കൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുന്ന് പിള്ളേര് കൂടുതൽ പോകുന്നത്. അത്രയും പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ ഫാദറും മദറൊക്കെ റെഡിയാണ്. പക്ഷെ അത്രയും പൈസ കൊടുക്കാനില്ലാത്തവര് കുട്ടികളെ വിടണം സ്കൂള്. പക്ഷെ അത്ര റിസൾട്ട് ആ പിള്ളേർക്ക് അവിടെ നിന്ന് കിട്ടണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടി ഒരു ട്രെയിനിങ് ടീച്ചർമാർക്ക് കൊടുത്തിട്ട് അതുപോലെ തന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഇത് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ടീച്ചർമാർക്ക്. വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞത്. പലപ്പോഴും ടീച്ചർമാർ പറയുന്നത് നിങ്ങൾ മക്കളെ ഇപ്പൊ പലപ്പോഴും പിന്നെ വരുന്നത് കാരണന്മാരുടെ ചോദ്യമാവും, നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. അപ്പോഴാണ് കാരണന്മാർ ചോദിക്കുന്നത്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ കൊടുക്കണേ, നിങ്ങൾ വയ്യാക്ക് പഠിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഞങ്ങള് ശ്രദ്ധിക്കണല്ലേ. കൂടുതൽ സമയം ഇവിടെയാണ്, കുട്ടി ഇവിടെയാണ്. അത് കറക്റ്റാണ്. ഓക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള വഴിയല്ല. കാരണം ചില ഗവൺമെന്റ് സ്കൂൾ ടീച്ചർക്ക് 50,000 രൂപ കിട്ടുന്നു, റിസൾട്ട് മോശമാകുന്നു. 50,000 രൂപ പഠിപ്പിക്കുന്ന ടീച്ചർ CBSE-ല്
നല്ല രീതിയിൽ വരും. ഓക്കെ 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 ഓക്കെ. പിന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ ഗവൺമെന്റ് സ്കൂളിലും പഠിപ്പിക്കണം. എന്നാൽ ആ കേഴ്സീവ് ലെറ്റർ ഒക്കെ. പക്ഷെ ഇതൊന്നും ഇവിടെ ഗവൺമെന്റ് സ്കൂളുകളിൽ ചിലയിടത്ത് ഉണ്ട്, ഇല്ലാന്നല്ല, മിക്ക സ്ഥലത്തും ഇല്ലാന്നാണ് എന്റെ ഒരു ഇത്. സാറിന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ CBSE സ്കൂളില് ഇപ്പൊ നല്ല എമൗണ്ട് ഡൊണേഷനും കാര്യങ്ങളൊക്കെ മേടിക്കും. പക്ഷെ അവിടുത്തെ ടീച്ചർമാർക്കൊക്കെ സ്റ്റാഫിനൊക്കെ നല്ല സാലറി കുറവാണ്. അതുപോലെ തന്നെ ഫുഡാണെങ്കിലും ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ എന്റെ ഇവിടെ പപ്പയൊക്കെ അവിടെ ഡ്രൈവറായിട്ട് ഓടിക്കുന്നുണ്ട് രാജു ഡേവിഡ് സ്കൂളിലൊക്കെ. പക്ഷെ പേരിലുണ്ട് നല്ല സ്കൂളും ഫെസിലിറ്റിയും കണ്ട് നല്ല സ്കൂളൊക്കെയാണ്. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കണതൊക്കെ വെറും വെള്ളമാണെന്ന് പറഞ്ഞു. ഈ സാമ്പാറൊക്കെ അതായത് നല്ല പൈസ മേടിക്കും, പക്ഷെ കൊടുക്കണുണ്ട്, പേരിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് CBSE സ്കൂളിൽ ഫുഡ് ഉണ്ട്. ഫുഡ് കുട്ടികൾ കൊണ്ടുപോകല്ലേ? ഫുഡ് കൊണ്ടുപോവാണ്. ഭയങ്കര മോശമാണ്. പിന്നെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. എന്റെ കൊച്ചി ഇവിടെ പഠിച്ചുള്ള പുമാല ഗവൺമെന്റ് ട്രൈബ്സിന്റെ ഫസ്റ്റ് സ്കൂളാ ഇടുക്കിയിലെ. അപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. എന്ന് പറഞ്ഞ കൊച്ചിനെ ചേർത്ത് LKG UKG കുഴപ്പമില്ല, നല്ല രീതിയിൽ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ 1ലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഇവര് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുമിച്ചിരുത്തിയാ പഠിപ്പിക്കുന്നത്. അതായത് 2 ഇതിലും പഠിക്കും. അപ്പൊ പിള്ളേർക്ക് ഏറ്റവും എളുപ്പം മലയാളം കാരണം പിള്ളേര് മലയാളം ചൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്റെ കൊച്ചിന് സത്യം പറഞ്ഞാൽ ഒരു ഇതും ഇല്ല ഇപ്പൊ. ഞാൻ എന്നിട്ട് ഈ വർഷം മുതൽ കൊച്ചിനെ CBSE മാറ്റി. എന്റെ കൊച്ചിനെ ഓർത്ത് ആകെ ടെൻഷനാണ് എനിക്കിപ്പോ. 3ാം ക്ലാസ്സിലേക്കാണ് ചേർത്തേക്കുന്നത്. ഇപ്പൊ 3ാം ക്ലാസ്സിൽ ഓൾറെഡി അത്യാവശ്യം ഇംഗ്ലീഷ് ടഫ് ആയിരിക്കുമല്ലോ. എന്റെ കൊച്ചി എങ്ങനെ അത് ക്യാച്ച് ചെയ്യുന്നവർക്ക് എനിക്ക് പേടിയാ. ഇംഗ്ലീഷ് സ്കൂളിൽ വിടാനും സത്യം പറഞ്ഞാൽ പേടിയാ. അതുകൊണ്ട് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് മാറ്റി. ഗവൺമെന്റ് സ്കൂളിൽ പിള്ളേര് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിന്റെ ഒരു ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതെന്തായാലും മാറ്റാൻ ഞാൻ CM ആയി ശ്രമിക്കും. ഒരാളൊരു പോയിന്റ് പറഞ്ഞപ്പോഴാണ് സമാന രീതിയിൽ പ്രശ്നം അനുഭവിക്കുന്ന അടുത്ത ആളുകളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഓക്കെ, ഒബ്സർവേഷൻ ഇസ് വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാര്യം ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എഴുതിയിട്ട് നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് അയക്കുന്നേ. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇന്ന വിഷയങ്ങളൊക്കെ ഇത് സ്വപ്നം പറഞ്ഞത് എഴുതി അറിയിക്കും. 10 മുഖേന വിട്ടാൽ മതി. അത് എഴുതി അറിയിക്കും. നമ്മൾ വിചാരിക്കുന്നത് പരിഗണിക്കരുതെന്ന്, പക്ഷെ അവരത് പരിഗണിക്കും. അവരുടെ മനസ്സിലാവും ഇങ്ങനെ അത് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഇന്ന രീതിയിൽ വരുന്നൊരു പറ്റുന്നത് അതങ്ങനെ പറഞ്ഞത് ധൈര്യമായിട്ട് വിടും. നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ കറക്റ്റായിട്ട് വെച്ചു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ആദ്യം നിങ്ങൾക്ക് ഒരു താങ്ക്സ് കാർഡ് വരും. ഞങ്ങളുടെ കത്ത് കിട്ടി, കത്ത് പറഞ്ഞ കാര്യങ്ങൾ സജീവമായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താങ്ക്സ് കാർഡ് വരും. അത് കഴിഞ്ഞ ശേഷം അവരുടെ ഐഡിയയിലത് വരുമെന്ന് ഒന്നുമില്ലെങ്കിൽ അവരത് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഏത് ആൾക്കാരെ എടുക്കും, ഏത് ഗവൺമെന്റ് എങ്ങനെയുള്ളത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ നിങ്ങളുടെ മനസ്സറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളൊക്കെ വളരെ തീപ്പൊരികളാണ്, തീപ്പൊരികൾ. വെറുതെ കത്തിച്ചാൽ മതി, അപ്പൊ കത്താൻ കണക്കാക്കി നിൽക്കുന്ന ആ മോഡലുള്ള ആളുകളാണ്, പേടിക്കരുത്. അപ്പൊ നമ്മള് പ്രിപ്പോസിഷനാണ് എടുത്തുകൊണ്ടിരുന്നത്. പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഹി വാസ് അക്കസ്റ്റംഡ് എന്ന് പറഞ്ഞിട്ട് സങ്കല്പിച്ച് നമ്മൾ നിർത്തിയത്. ഓക്കെ, പ്രിപ്പോസിഷൻ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എങ്കിലും ഇവരുടെ സാർ അതിന്റെ അടുത്ത ഓർമ്മയോട് ചെയ്തായിരുന്നു. എന്തോ ദ മൂഡ് ഓഫ് ഹെർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ അതിന്റെ അടുത്ത ഓർമ്മയോട് ചെയ്തായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിന്റെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തായിരുന്നു.
ഇനി ഓക്കെ, ഞാൻ പറയുന്ന സെന്റൻസ് ഒന്നും എഴുതില്ല. ഇതുമായിട്ട് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വേറെ സെന്റൻസ്. യെസ്, എഴുതിക്കോ. He sat, sat under, under the tree, silently, 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 for hours, hours. അപ്പൊ ഒന്നുകൂടി പറയാം. He sat under the tree silently for hours. ആ വാചകത്തില് അണ്ടർ ദ ട്രീ എന്നുള്ളത് ബ്രാക്കറ്റ് ഉണ്ട്. അണ്ടർ ദ ട്രീ എന്നുള്ളത് ബ്രാക്കറ്റ് കേട്ടോ. ഇനി സൈലന്റ്ലി എന്നുള്ളത് അടുത്തൊരു ബ്രാക്കറ്റ് ഉണ്ട്. സൈലന്റ്ലി എന്നുള്ളത് അടുത്ത ഒരു ബ്രാക്കറ്റ്. 4 hours എന്നുള്ളത് 4 hours എന്നുള്ളത് അടുത്ത ബ്രാക്കറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ 3 ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, ഒരെണ്ണം ബ്രാക്കറ്റ് ഇല്ലാത്തത് തന്നിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് ഇല്ലാത്തത് കറക്റ്റ് ഓർഡറിലാണ് പറയുന്നത്. ബാക്കിയുള്ള 3 എണ്ണമില്ല, അത് മിസ്പ്ലക്റ്റ് ആണ്. അതായത് ആദ്യം വരേണ്ടത് അതല്ല, മാറി മറിഞ്ഞത് വരാതെ തിരിച്ചു മറിച്ചിട്ടേക്കാന്ന് അർത്ഥം. യെസ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് റിറൈറ്റ് ചെയ്ത് കറക്റ്റ് ഓർഡറിലാക്കി. യെസ്, ഹി സാറ്റ്, പിന്നെ ബ്രാക്കറ്റിൽ അണ്ടർ ദ ട്രീ, അടുത്ത ബ്രാക്കറ്റിൽ സൈലന്റ്ലി, അടുത്ത ബ്രാക്കറ്റിൽ ഫോർ അവേഴ്സ്. ഈ സാറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 3 എണ്ണം കറക്റ്റ് ഓർഡറിലല്ല, നിങ്ങൾ ഓർഡറിലാണ്. അപ്പോൾ ഐശ്വര്യക്കാണ് ഞാൻ ചാൻസ് ചെയ്യുന്നത്, അത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഐശ്വര്യ വായിച്ചത്. വായിച്ചേ. He sat silently under the tree for hours. It's a correct answer. Very good, very good. അതാണ് അതിന്റെ കറക്റ്റ് കേട്ടോ. He sat silently under the tree for hours. മണിക്കൂറുകളോളം ശബ്ദമായി മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. ഓക്കെ, അടുത്തത്. My brother spoke, S-P-O-K-E, spoke to me last evening on the road, R-O-A-D, on the road, angrily, A-N-G-R-I-L-Y. Yes, I will repeat the question. My brother spoke to me last evening on the road angrily. അതില് ലാസ്റ്റ് ഈവനിങ് എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ട്. ലാസ്റ്റ് ഈവനിങ്. ഓൺ ദ റോഡ് എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ട്. ഓൺ ദ റോഡ്. അടുത്ത ബ്രാക്കറ്റില് ആംഗ്രിലി. അപ്പൊ 3 ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വപ്നക്കാണ് ചാൻസ്, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. Okay. My brothers, last evening my brother spoke to me. Last evening my brother spoke to me angry on the road. On the road, last evening. Okay. അപ്പൊ അതാണ് my brother spoke to me angrily
ഓൺ ദ റോഡ് ലാസ്റ്റ് ഈവനിങ്. ഈ ലാസ്റ്റ് ഈവനിങ് നമുക്ക് ആദ്യം ചേർത്തും പറയട്ടെ. അതാ സാർ ഞാൻ ലാസ്റ്റ് ഈവനിങ് ആദ്യം പറഞ്ഞേ. യെസ്, ഓക്കെ. നമ്മളിവിടെ ഈ ഓർഡറിൽ എടുക്കണോണ്ടാണ് പിന്നെ നമ്മൾ മാറ്റാത്തത്. യെസ്, ലാസ്റ്റ് ഈവനിങ് നമുക്ക് ആദ്യം ചേർത്തും പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് the children played, played, played in the park from from ഇനി അക്കത്തിൽ എഴുതിയാൽ മതി. 4 to 6, 4 to 6 ആണ്. 4 to 6, 4 to 6, 6 happily, HAPPILY, happily. I will repeat the question. The children played in the park from 4 to 6 happily. എന്നിട്ട് in the park bracket ഇട്ട് in the park. അടുത്ത ബ്രാക്കറ്റില് ഫ്രം 4 to 6 എന്നുള്ളത് ബ്രാക്കറ്റിലിട്. ഫ്രം 4 to 6 എന്നുള്ളത് ബ്രാക്കറ്റിലിട്. അടുത്ത ബ്രാക്കറ്റില് ഹാപ്പിലി, HAPPILY എന്നുള്ള വേർഡ് ബ്രാക്കറ്റിലിട്. ഹാപ്പിലി. യെസ്, അതൊന്ന് കറക്റ്റ് ഓർഡർ ആക്കാം. ഷൈബ, ഇറ്റ് ഈസ് യുവർ ടേൺ. The children played happily from 4 to 6 in the park. 4 to 6. ഒന്നും കൂടി. The children played happily from 4 to 6 in the park. ഓക്കെ ഓക്കെ, ആ 4 to 6 ലാസ്റ്റ് പറഞ്ഞാൽ മതി, അതാണ് കുറച്ചും കൂടി ഭംഗി. യെസ്, ദ ചിൽഡ്രൻ പ്ലേഡ് ഹാപ്പിലി ഇൻ ദ പാർക്ക് ഫ്രം 4 to 6. ഫ്രം 4 to 6. യെസ്, he failed, FAILED, failed last year, LAST, last year in the examination, miserably, MISCRABLY. I will repeat the question. He failed last year in the examination miserably. Yes, എന്നിട്ട് last year bracket. In the examination അടുത്ത bracket. In the examination അടുത്ത bracket. Miserably next bracket. Miserably next bracket. Okay, ഇത് കറക്റ്റ് ഓർഡറിലാക്കണം. രാംസി, ഇറ്റ് ഈസ് യുവർ ടേൺ. He failed in the examination last year. Yes, he failed miserably in the examination. അതാണ് correct. He failed miserably in the examination last year. പ്രതീക്ഷിച്ചത് വളരെ മാർക്ക്. Miserably in the examination. Okay. അടുത്തത് I am going on Sunday for a month
for a month, 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 to my grandmothers. I am going on Sunday for a month to my grandmothers. Yes. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതേണ്ടത് on Sunday. അടുത്ത ബ്രാക്കറ്റ് for a month. For a month. അടുത്ത ബ്രാക്കറ്റിൽ to my grandmothers. To my grandmothers. Okay. Kennedy, പറഞ്ഞോളൂ. Yes, sir. I'm going to my grandmother's for a month on Sunday. On Sunday. Okay. ഇത് രണ്ട് രീതിയിൽ കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഒരു രീതി കൂടി ഉണ്ട്. ഗ്രാൻഡ് മദേഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞത് ഏതാണ്? For a month on Sunday. For a month on Sunday. On Sunday for a month എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, രണ്ട് കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ I am going to my grandmother's on Sunday for a month എന്ന് പറയാം. For a month on Sunday എന്ന് പറഞ്ഞാൽ ശരിയാണ്. Yes, I shall wait, WAIT, wait for you tomorrow at 11, 11, അക്കത്തിലിട്ടാൽ മതി. 11 at 11 in front of the library. In front of the library. I will repeat the question. I shall wait for you tomorrow at 11 in front of the library. Okay. അതില് tomorrow bracketed. At 11 bracketed. In front of the library bracketed. Priya Joy, it is your turn. Okay. I shall wait for you at 11 in front of the library tomorrow. Yes. At 11 hours മാറ്റി. I shall wait for you tomorrow in front of the library at 11. കറക്റ്റ് ആദ്യം കറക്റ്റാണ്. ആദ്യം പറഞ്ഞ കറക്റ്റ് ലൈബ്രറി സമയം മാത്രം ഒന്ന് മാറ്റി. എവിടെ I shall wait for you in front of the library. I shall wait for you in front of the library at 11. Tomorrow. Correct. ശരി. I shall wait for you എവിടെ in front of the library എപ്പോൾ 11 tomorrow. Okay. ചോദ്യം മാറ്റിയാണ് വേറെ രീതിയിലാണ് കേട്ടോ. Yes. Okay, Priya. My brother returns RETURNES returns home 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 before 8 EIGHT 8 എന്ന് പറഞ്ഞാൽ 8 o'clock എന്നാണ് ഉദ്ദേശിച്ചത്. 8. അപ്പൊ നോക്കി സെന്റൻസ് നോക്കി. My brother returns home before 8. എന്റെ സഹോദരൻ 8 മണിക്ക് മുമ്പ് വീട്ടിലെത്തുന്നു. ബ്രാക്കറ്റില്
ഈ ബ്രാക്കറ്റ് വേറൊരു ബ്രാക്കറ്റില് സെന്റൻസിന്റെ ലാസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതിക്കോ നെവർ, NEVER, നെവർ. അപ്പൊ ഷീനയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സെന്റൻസിൽ ഈ നെവർ ചേർക്കണം. എവിടെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ചേർക്കണം. സർ, മൈ ബ്രദർ പറയട്ടെ, മൈ ബ്രദർ നെവർ റിട്ടേൺസ് ഹോം ബിഫോർ 8. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്, കറക്റ്റ്. അടുത്തത് we go to the beach, BEACH, beach. We go to the beach. ബ്രാക്കറ്റില് often, OFTEN, often. Achu, it is your turn. Often we go to the often the beach. നാം പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കല്ല് കളിക്കുന്ന പോലെ ഫീൽ. ഓപ്പൺ അവിടെ അല്ല, ഒന്നുകൂടി നോക്ക്, ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കി. We go to the often beach. We go to the beach. ബ്രാക്കറ്റിലാണ് ഓപ്പൺ. OFTN, T പ്രൊനൗൺസ് ചെയ്യേണ്ട, ഓപ്പൺ എന്ന് പറഞ്ഞാൽ മതി. ബീച്ച് കഴിഞ്ഞിട്ടാണോ? ബീച്ചിൽ അതിനൊക്കെ ഇടയിലാണ്. We go to often the beach. അതല്ല നേരത്തെ പറഞ്ഞേ, അത് മാറ്റിട്ട് വേറൊരു രീതിയിൽ പറഞ്ഞു നോക്ക്. ലാസ്റ്റ് അല്ല, ഇടയിലാണ്. ആദ്യം പറഞ്ഞ സ്ഥലത്ത് നിന്ന് മാറ്റി നോക്കി. We often go to the beach. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ കറക്റ്റ്. We often go to the beach. പലപ്പോഴും ഞങ്ങൾ ബീച്ചിലേക്ക് പോകാറുണ്ട്. യെസ്. അടുത്തത് and eat, eat my breakfast before, BEFORE, before 7, before 7, ബ്രാക്കറ്റില് usually, USUALLY, I eat my breakfast before 7. സാധാരണഗതിയിൽ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് 7 മണിക്ക് മുമ്പേ കഴിക്കും. അലീമ, ഇറ്റ് ഈസ് യുവർ ടേൺ. സാർ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്നാ പറഞ്ഞോളൂ. I eat my breakfast usually before 7. I eat my breakfast usually before 7. Yes, എപ്പോഴും ഉണ്ടല്ല, വെർബിന്റെ മുന്നിലാണ് ഈ ആഡ്വർബ് വരുള്ളൂ. അപ്പൊ നമുക്ക് ആ ഈറ്റ് എന്നുള്ള വെർബില് അതിന് തൊട്ട് മുന്നിൽ ചേർക്കുന്നതാണ് കറക്റ്റ്. I usually eat my breakfast before 7. അതിന് തൊട്ട് പോലെ നിങ്ങൾ വാചകങ്ങൾ എടുത്ത് നോക്കി, എല്ലാ ആഡ്വർബും വന്നിരിക്കുന്ന എവിടെയാണ്? വെർബിന്റെ തൊട്ട് മുന്നിലാണ്. യെസ്, ഐ യൂഷ്വലി ഈറ്റ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഐ യൂഷ്വലി ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ 7. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങളത് ശരിയാക്കൂലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ ആഡ്വർബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. യെസ്, അപ്പൊ നമുക്ക് 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. യൂഷ്വലി ഐക്ക് മുമ്പ് ചേർത്താലും ശരിയാണോ? യൂഷ്വലി ആദ്യം ചേർത്താലും കറക്റ്റാണ്.
യെസ്, ഓക്കെ ഓക്കെ. നമ്മൾ ഈ ഇടയിൽ ചേർക്കാന്ന് പറഞ്ഞാൽ ചോദ്യം വരുന്നത്, അതുകൊണ്ടാണ് അതിന്റെ ഇടയിൽ ചേർത്തിട്ട് വേറെ തൊട്ടു. യൂഷ്വലി ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. കറക്റ്റ്. യെസ്. ഞാന് നമ്മൾ ചില ആളുകളുടെ ഗ്രൂപ്പിലെ പറയുന്ന പേരെന്താന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി കേട്ടോ. പോയിന്റ് ഒന്നുമല്ല, വെറുതെ 2-3 മിനിറ്റല്ലേ ഉള്ളൂ. യെസ്. എ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. ഇവർ പറയുന്ന പേരെന്താണ്? ഒറ്റ വാക്ക്. എ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്. യെസ്, ഐശ്വര്യ ഇസ് എ കറക്റ്റ് ആൻസർ. ട്രൂപ്പ് എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് എന്ന് പറയുന്ന പേരാണ് ട്രൂപ്പ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ്. പാട്ടുകാരി. എ ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ്. ബാൻഡ് ആണോ? അതല്ല, ഓർക്കസ്ട്ര മൊത്തത്തിലാണ്. വേറൊരു പേരും കൂടി ഉണ്ട്. ആ ഓക്കെ, നയന കറക്റ്റ് ആൻസർ ആണ്. കൊയർ കേട്ടോ, കൊയർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. അഭിനയിക്കുന്നവര്. എ ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. അഭിനയിക്കുന്നവർ. യെസ് നയന, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. കാസ്റ്റ്. ആരൊക്കെയാണ് അത് കാസ്റ്റിംഗ് നമ്മൾ ചോദിക്കാറ്? ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ്. എ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ്. ഓർക്കസ്ട്ര. എ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ്. ഒന്നുകൂടെ മാറ്റി പറഞ്ഞു നോക്കിയേ. നോട്ടീസിലൊക്കെ വരുമ്പോ ഒരു പേര്. യെസ്, ഇതാണ് ബാൻഡ് കേട്ടോ. നേരത്തെ ഷീല പറഞ്ഞതാണ്. എ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻ, ബ്രാൻഡ്. ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ്, കൊയർ. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ലിസണേഴ്സ്. LISTENERS. എ ഗ്രൂപ്പ് ഓഫ് ലിസണേഴ്സ്. ഓഡിയൻസ്. യെസ്, കറക്റ്റ് ആൻസർ. ഓക്കെ ശരി, നയന, ഷീല, കറക്റ്റ് ആൻസർ. ഓക്കെ ഐശ്വര്യ, ഓഡിയൻസ്, ഓഡിയൻസ്, ഓഡിയൻസ്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് റോബേഴ്സ്. റോബേഴ്സ് മീൻസ് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ. എ ഗ്രൂപ്പ് ഓഫ് റോബേഴ്സ്. തീവ്സ്. തീവ്സ് ആണ് ഓരോരുത്തരും. അത് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ പേരുണ്ട്. ഗ്യാങ്. കറക്റ്റ് ആൻസർ. നമ്മളിതേ ഈ ഗ്യാങ് എന്ന് പറഞ്ഞ വാക്ക് സുഹൃത്തുക്കളുടെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഞാനും എന്റെ ഗ്യാങ് ശരിക്കും ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് റോബേഴ്സ് ആണ്. ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ്, അതിന്റെ ഗ്രൂപ്പിനെയാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവർ നമ്മൾ പറയും? ഒരു കൂട്ടം സുഹൃത്തുക്കൾ. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെങ്കിൽ സർക്കിൾ. സർക്കിൾ. കറക്റ്റ് ആൻസർ കെന്നഡി. സർക്കിൾ ആണ്. സർക്കിൾ. സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്. യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. എ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്. PLAYERS. Yes, correct answer. Shani, Aishwarya, it is called team. Naina, correct. Group of players in പറയുന്ന പേരാണ് team. Yes, very good, very good, very good. അപ്പോ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. നിങ്ങളുടെ എന്താ പറയാ, ആ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞതിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല. യെസ്, അതിങ്ങനെ മനസ്സിലേക്ക് തക്കിയത്. ആ ഓക്കെ 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 ഓക്കെ. എന്തോ Sign out. ഓക്കെ അച്ചു പറഞ്ഞോളൂ. Hello everyone. It's been great spending all this time together. I learned a lot, had lots of laugh and made some great
memories. Hope we all keep in touch as we move forward. Wishing everyone the very best is future. Thank you. Bye. Okay, we will meet in the next class. Okay, bye. See. Thank you, sir. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thanks, sir. Thank you, sir. Okay.